ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വിത്ത് ആൻ അടിപൊളി വീഡിയോ. അപ്പോൾ ഇന്ന് നമുക്കൊരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ് കേട്ടോ. നമുക്കൊരുമിച്ചൊരു കല്യാണത്തിനൊക്കെ പോകാം. അപ്പോൾ ഫസ്റ്റ് ഞാൻ എടുക്കുന്ന ഈ ഒരു കൺസീലർ പാലറ്റാണ് കേട്ടോ. അത് വെച്ച് ഞാൻ ഇതിൻ്റെ അകത്ത് ഡാർക്ക് ഷെയ്ഡ് എടുത്തിട്ട് എൻ്റെ ഈ ഡാർക്ക് സ്പോട്ട്സ് ഇല്ലേ, നല്ലോണം എടുത്തറിയുന്ന കുരുക്കളുടെ പാടിൻ്റെ പുറത്ത് മാത്രം ഒന്ന് കൺസീൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നാൽ ഈ ഡാർക്ക് ഷെയ്ഡ് ഇട്ടിട്ട് അതിൻ്റെ പുറത്ത് പിന്നെ ഒരു ലൈറ്റ് ഷെയ്ഡ് ഇടുമ്പോഴത്തേന് ഈ ഒരു കറുത്ത പാടൊക്കെ നല്ലപോലെ മറിഞ്ഞ് കിട്ടും. പിന്നെ ഞാൻ ലൈറ്റ് ഷെയ്ഡ് എടുത്തിട്ട് അതിൻ്റെ പുറത്ത് തന്നെ ഇങ്ങനെ ജസ്റ്റ് പ്രസ് ചെയ്താട്ടോ കൊടുക്കുന്നത്. തൂത്തങ്ങ് വിടല്, പ്രസ് ചെയ്ത് ഇങ്ങനെ കൊടുക്കണം. പിന്നെ വേണ്ട ഒരു ലൈറ്റ് ഷെയ്ഡ് എടുത്തിട്ട് ഫൗണ്ടേഷൻ പോലെ ജസ്റ്റ് കുറച്ച് പ്രൊഡക്റ്റ് മാത്രം ഫേസിൽ ഫുള്ളൊന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. ഒത്തിരി കോരി തേച്ച് അത് ബ്ലെൻഡ് ചെയ്യുമ്പം പോകാൻ പാടാണ്, ഭയങ്കരമായിട്ട് വെള്ളിച്ചിരിക്കും കേട്ടോ. പിന്നെ നമ്മൾ ബ്യൂട്ടി ബ്ലെൻഡർ ഉപയോഗിച്ചിട്ട് ഇത് നല്ലപോലെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ഒരയ്ക്കല്ല്, ജസ്റ്റ് ഇങ്ങനെ ഡാബ് ചെയ്ത് അതായത് നമ്മളിതിനിങ്ങനെ പുഷ് ചെയ്ത് നമ്മുടെ സ്കിന്നിലോട്ട് ഇങ്ങനെ ഇറക്കി കൊടുക്കുക. അല്ലാതെ നമ്മൾ തൂത്ത് കളഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വൃത്തികേടായിരിക്കും. പിന്നെ ഞാൻ ടാൽക്കം പൗഡർ ഇട്ടിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് കോമ്പാക്റ്റ് ഇടുന്നത് ഒട്ടും ഇഷ്ടമല്ല. എൻ്റെ അഭിപ്രായത്തിൽ വളരെ വേസ്റ്റ് ആയിട്ടുള്ളൊരു മേക്കപ്പ് പ്രൊഡക്റ്റാണ് ഈ കോമ്പാക്റ്റ് എന്ന് പറയുന്നത്. സത്യം പറഞ്ഞാൽ എന്തിനാണ് പിന്നെ നമുക്ക് ഐബ്രോസ് ഫില്ല് ചെയ്ത് കൊടുക്കുക. എനിക്ക് നല്ല ഡാർക്കായിട്ടുള്ള ഐബ്രോസാണ് ഇഷ്ടം കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പിന്നെ അതൊന്ന് ഡാർക്കാക്കി കൊടുക്കുന്നത്. ദെൻ ഇതെൻ്റെ പുതിയ ഐഷാഡോ പാലറ്റാണ്. അതിൽ നിന്ന് ഞാൻ എൻ്റെ ഡ്രസ്സിന് മാച്ചിങ് ആയിട്ടുള്ളൊരു ലൈറ്റ് റോസ് കളർ ഷെയ്ഡ് എടുത്തിട്ട് ഐഷാഡോ ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒത്തിരി അങ്ങില്ല, ലൈറ്റായിട്ട് ഒന്ന് ഇതാക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ഗ്ലിറ്റർ എടുത്തിട്ട് ആ ഒരു കയ്യിലെടുത്തത് തന്നെ രണ്ട് കണ്ണിലും അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഐലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് ഡാർക്ക് ആക്കുന്നില്ല, കാരണം എനിക്ക് ഐഷാഡോ നല്ലതായിട്ട് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കേണ്ടതുകൊണ്ട് വളരെ ലൈറ്റായിട്ട് ഒന്ന് വരച്ച് കൊടുത്തിട്ട് ചെറിയൊരു വിങ്ങിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത്രയേ ഉള്ളൂ. നമ്മൾ അടിയൊന്നും എഴുതി കൊടുക്കുന്നില്ല, ഇതിലങ്ങ് നിർത്തി. പിന്നെ സൈഡ് ചെറുതായിട്ടൊന്ന് താപ്പോട്ടൊന്ന് വരച്ച് ഒന്ന് ഷാർപ്പാക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ഡാർക്ക് കളർ ലിപ് ലൈനർ എടുത്തിട്ട് ലിപ് ലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ ബുള്ളറ്റ് ലിപ്സ്റ്റിക് ഇടുമ്പോൾ എനിക്ക് വലിയ കുഴപ്പമില്ല, പക്ഷേ അല്ലെങ്കിൽ ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ് ഇടുന്നതെന്നുണ്ടെങ്കിൽ ഈ ലിപ് ലൈൻ ചെയ്തില്ലെങ്കിൽ എനിക്ക് ആ ഒരു ഷേപ്പ് കിട്ടത്തില്ല. പിന്നെ ഞാൻ ഡാർക്ക് ലിപ്സ്റ്റിക് എടുത്തിട്ട് ലൈൻ ചെയ്ത് കൊടുക്കുന്ന പോലെ ചെയ്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് സ്റ്റുഡിയോയുടെ ഒരു ലൈറ്റ് കളർ ലിപ്സ്റ്റിക് എടുത്തിട്ട് അതിൻ്റെ നടുക്ക് വശം ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു പുറമേന്ന് ഒരു ഡാർക്കും അകത്ത് വശം നല്ല ലൈറ്റും ആയിട്ടിരിക്കും. പിന്നെ ഹെയർ സെറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ മുടിയിലധികം തത്രപ്പരിപാടികൾ ചെയ്യാറില്ല. ജസ്റ്റ് ഒന്ന് ചീവിയിട്ട് ഇതുപോലെ വെച്ചിട്ട് ഇങ്ങനെ മുന്നോട്ടൊന്ന് പുഷ് ചെയ്ത് കൊടുക്കുക. അപ്പം നല്ല ഇങ്ങനെ പൊങ്ങി നല്ല ബൗൺസി ആയിട്ട് നിൽക്കും. പിന്നെ ഞാൻ 2 കമ്മലെടുത്തിട്ടുണ്ട്. അതിനകത്തിന് ജിമിക്ക തന്നെ ഇടാമെന്ന് വിചാരിച്ച് ഞാൻ അവസാനം ജിമിക്കയിൽ തന്നെ എത്തി. ജിമിക്കയാണ് എപ്പോഴും എൻ്റെ ഫേവറേറ്റ്. പിന്നെ കമ്മലൊക്കെ ഇട്ട് കൊടുത്ത് എനിക്ക് ഈ കമ്മൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. 130 രൂപയുള്ളൂ, പക്ഷേ നല്ല രസമാണ്, നല്ല വലിപ്പമുള്ള കമ്മൽ. പിന്നെ പൊട്ട് വെച്ച് കൊടുക്കാം കേട്ടോ. എൻ്റെ പിള്ളേർ ഈ പൊട്ടിൻ്റെ വെള്ള കളർ സാധനങ്ങളൊക്കെ കളയും. പിന്നെ ഈ പ്ലാസ്റ്റിക് ഞാൻ എവിടുന്നേലും പെറുക്കിയെടുക്കും. ഗോപിപ്പൊട്ട് തൊട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആദ്യം ഞാൻ പൊക്കി വെച്ചിട്ട് പിന്നെ വിചാരിച്ച് വേണ്ട, താത്ത തന്നെ വെക്കാം, അതായിരിക്കും രസമാണ്. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ ലുക്ക്? സെറ്റല്ലേ? അപ്പോൾ പിന്നെ ഉച്ചി സിന്ദൂരം തൊട്ട് കൊടുക്കാം കേട്ടോ. ഇതില്ലാതെ ഞാൻ എങ്ങും പോകത്തില്ല. പിന്നെ നമ്മുടെ ഫൈനൽ ലുക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബായ്.